ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും പുഴുവും തുരുമ്പും കെടുക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ആത്മാവിൻ്റെ നിത്യ ജീവനെക്കുറിച്ച്, നിത്യ രക്ഷയെക്കുറിച്ച് പ്രസ്താവിക്കുകയും നമ്മെ ആ നിത്യരക്ഷയിലേക്ക് ആനയിക്കുവാൻ അധ്വാനിക്കുകയും ചെയ്യുന്നു. മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. നിത്യജീവൻ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, നിത്യസ്വർഗം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമായി പോകും. നിത്യത ദൈവരാജ്യത്തിൽ. നമ്മുടെ ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും, മർത്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്ന് അഹരോന്റെ മരണസമയത്ത്, ശവസംസ്കാര സമയത്ത് അഹരോന്റെ ഇളയ സഹോദരനായ പ്രവാചക ശ്രേഷ്ഠനായ മോശ പാടുകയുണ്ടായി. മർത്യൻ പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവ് നിത്യസ്വർഗത്തിലെത്തിയില്ലെങ്കിൽ നിത്യത നരകത്തിൻ്റെ ഭീകര ദുരിതത്തിലായി പോകും, നിത്യദണ്ഡനത്തിലായി പോകും, നിത്യയാതനയായി പോകും. നിത്യമായ നരകം, നിത്യമായ യാതന, അത് നിത്യം എന്ന് പറയുമ്പോൾ, ഒരിക്കലും തീരാത്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയാനകത്വം പക്ഷേ നമുക്ക് ഓർക്കുവാനോ ഭാവനയിൽ കാണുവാനോ സാധിക്കണമെന്നില്ല. ഒരു കാലത്തും തിരുത്താൻ വയ്യാത്ത മഹാനഷ്ടം, ഒരു കാലത്തും രക്ഷപ്പെടാൻ വയ്യാത്തതായ നിത്യനാശം, അത് നമുക്ക് വരിക എന്ന് പറയുന്നത് താങ്ങാവുന്നതല്ല, സഹിക്കാവുന്നതല്ല, ഊഹിക്കാവുന്നതല്ല, ചിന്തിക്കാവുന്നതല്ല. ആ ഭയാനകമായ അന്ത്യം നമുക്ക് വരാതിരിക്കാൻ നാം ആത്മാവിനു വേണ്ടി കരുതണം, ആത്മാവിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം എന്ന് നമ്മുടെ കരുണയുള്ള കർത്താവ് അവിടുന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ഈ തിരുവചനം വാസ്തവത്തിൽ ബൈബിൾ എന്ന് പറയുന്ന ഈ ജീവന്റെ വചനം വാസ്തവത്തിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള ദൈവവചനമാണ്. ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടിയുള്ള ദൈവിക ആലോചനയാണ്. ആത്മാവ് നിത്യ രക്ഷ അനുഭവിക്കാനുള്ള ദൈവികമായ പദ്ധതിയും ദൈവികമായ സ്വർഗീയമായ കാര്യപരിപാടിയുമാണ് ഈ ബൈബിളിൽ നമുക്ക് വരച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ജീവനുള്ള ദൈവം തന്ന് നമുക്ക് ദാനമായി ലഭിച്ചിട്ടുള്ളത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് ധനവാനായ മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു, അവൻ്റെ ധനസമൃദ്ധി, അവൻ്റെ കൃഷിയുടെ സമൃദ്ധമായ വിളവെടുപ്പ്,
അവന് ഒരിടത്തും കൂട്ടിവെക്കാൻ സാധിക്കുന്നതിലപ്പുറമായ വിളവെടുപ്പ്, അതെല്ലാം അവനെ വലിയൊരു ചിന്താക്കുഴപ്പത്തിലാക്കി എന്നാണ്. ഞാൻ എന്തു ചെയ്യേണ്ടു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചത്, ചിന്തിച്ചത്. ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവും വസ്തുവകയും കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. സ്വയം സന്തോഷിക്കുകയാണ്. ഞാൻ എൻ്റെ വിളവും വസ്തുവകയും പുതിയ കളപ്പുരയിൽ കൂട്ടിവെക്കും. അധികം വലിയവ ഞാൻ പണിയും, വലിയ കളപ്പുരകൾ ഞാൻ പണിയും. ഒരു മണി നെല്ല് പോലും ഒരു മണി ഗോതമ്പ് പോലും നഷ്ടപ്പെടാതെ എല്ലാം ഞാൻ സംഭരിച്ചു വയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ വലിയ ഹർഷോന്മാദത്തോടെ ഞാൻ പറയും, നിന്റെ വിളവും വസ്തുവകയും എല്ലാം നീ കൂട്ടിവെച്ചല്ലോ. ഇനി നിനക്ക് ആശ്വസിക്കാം, തിന്നാം, കുടിക്കാം, ആനന്ദിക്കാം. ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ഏറിയ ആണ്ടുകൾ, അനേകം വർഷങ്ങൾക്ക് വേണ്ടിയുള്ള അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ഇനി ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് സ്വയം പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അന്ന് ഇതെല്ലാം ചിന്തിച്ച്, ധ്യാനിച്ച്, രസിച്ച്, ഭാവനയിൽ കണ്ട്, ആമോദിച്ച്, പ്രമോദിച്ച്, സന്തോഷ ഉല്ലസിതനായി അവൻ കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. കേൾക്കാം ഒരു ശബ്ദം, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അന്ന് രാത്രി അവൻ മരണത്തെ നേരിടുകയാണ്. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ എന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം പറഞ്ഞത്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയമുള്ളവരെ, മരണത്തെ തീർത്തും അവിചാരിതമായി അവൻ അഭിമുഖീകരിക്കുകയാണ്. മരണത്തെ നേരിടേണ്ടി വരികയാണ്. അപ്രതീക്ഷിതമായി ജീവിതം മുഴുവൻ അവിടെ തീരുകയാണ്. ആ നിമിഷങ്ങൾ ഒടുവിലത്തെ നിമിഷങ്ങളാണ് ഈ ഭൂമിയിൽ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകാൻ പോവുകയാണ്. മൂഢ, വിഡ്ഢിയായ മനുഷ്യ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ ഉപമാകർത്താവ് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, ദൈവവിഷയമായി സമ്പന്നാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. സഹോദരങ്ങളെ, അവനെ ദൈവം മൂഢായി വിളിച്ചത് എന്തുകൊണ്ട് എന്ന് ഒരു കാര്യം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. ഒന്ന്, he was not God conscious, he was not conscious of God. അവൻ ദൈവത്തെക്കുറിച്ച് വിചാരമുള്ളവനായിരുന്നില്ല. അവൻ തന്നെക്കുറിച്ചുള്ള വിചാരമേ അവനുള്ളൂ. ഒരു ദൈവം ഉണ്ടെന്നോ, ദൈവം തന്നുവെന്നോ, ദൈവം എന്നെ അനുഗ്രഹിച്ചുവെന്നോ, എനിക്ക് ആഹാരത്തിന് മുട്ടില്ലാതെ ദൈവം കാത്തുവെന്നോ ഒരു ചിന്തയും അവന് വരുന്നില്ല. ദൈവം അവന് ചിന്താവിഷയത്തിലില്ല. എന്നാൽ അവൻ ഈ ലോകത്തിന്റെ ധനത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും അവൻ പ്രശംസിക്കുകയും പുകഴുകയും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പദ്ധതികളും അവൻ ആസൂത്രണം ചെയ്യുകയാണ്. അതെല്ലാം നടപ്പിൽ വരുത്തുമോ ഇല്ലയോ എന്ന് പോലും അവൻ അറിയുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ഭാഗത്ത് നാം കാണും, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. വിജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളിൽ പറയും, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. നാളെ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കറിയാം? നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ദൈവബോധമുള്ളവനായിരുന്നില്ല. ദൈവം അവനെ മൂഢ എന്നാണ് വിളിച്ചത്. രണ്ടാമത്തെ കാര്യം, he was not
സോൾ കോൺഷ്യസ്. ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഹിസ് സോൾ. അവൻ്റെ ദേഹിയെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നില്ല. കൃത്യമായി പറയട്ടെ, അവൻ്റെ ദേഹത്തെക്കുറിച്ചും ഭൗതിക ജീവിതത്തെക്കുറിച്ചും മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. അവൻ ധനം സമ്പാദിക്കുന്നതും അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും പുകഴുന്നതും എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവൻ്റെ ചിന്താമണ്ഡലത്തിലുള്ളൂ. നിത്യത അവനൊരു വിഷയമല്ല. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് അവനൊരു വിഷയമല്ല. ആത്മാവിന് നിത്യസ്വർഗം അവനൊരു ചിന്താവിഷയമല്ല. നിത്യജീവൻ, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് എന്ന് നമ്മുടെ കർത്താവിന് തിരുവചനം പറയുന്നു. ഇപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഇപ്പോൾ കാണുന്നു, പിന്നെ ഈ ആവി അങ്ങ് മറഞ്ഞു പോകുന്നു. ക്ഷണനേരത്തേക്കുള്ള ഒരു ജീവിതം വളരെ ക്ഷണികവും നശ്വരവും വളരെ ഭൗതികമായ താൽക്കാലികത്വവും നിറഞ്ഞ ജീവിതം, താൽക്കാലിക ജീവിതം. എന്നാൽ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഇപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആത്മാവിന്റെ കാര്യം ചിന്തിക്കുക. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. അത് ഇംഗ്ലീഷ് ബൈബിളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദോസ് ഹു വാണ്ട് ടു കിൽ യു, ദേ ക്യാൻ ഓൺലി കിൽ യുവർ ബോഡി. അവർക്ക് നിങ്ങളുടെ ശരീരം മാത്രമേ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ, അവരെ ഭയപ്പെടേണ്ട. ദേ കനോട്ട് ടച്ച് യുവർ സോൾ, നിങ്ങളുടെ ദേഹിയെ തൊടാൻ അവർക്ക് സാധ്യമല്ല. ഫിയർ ഓൺലി ഗോഡ്, ദൈവത്തെ മാത്രം ഭയപ്പെടുവീൻ. ഹു ക്യാൻ ഡിസ്ട്രോയ് ബോത്ത് സോൾ ആൻഡ് ബോഡി ഇൻ ഹെൽ. ആ ദൈവത്തിന് നിങ്ങളുടെ ദേഹിയെയും ശരീരത്തെയും നരകത്തിൽ തള്ളിയിടുവാൻ കഴിയും. നിങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യം കരുതണം. നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ സോൾ അത് നിത്യതയിൽ എത്തിയില്ലെങ്കിൽ നഷ്ടം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ഈ തിരുവചനത്തിൽ കൂടി നമുക്ക് തരുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ കാണും: ഡോണ്ട് സ്റ്റോർ അപ്പ് ട്രഷേഴ്സ് ഹിയർ ഓൺ എർത്ത്. ഇവിടെ നിങ്ങൾ സമ്പത്ത് സമാഹരിച്ചു വെക്കേണ്ട ഈ ഭൂമിയിൽ. വേർ ദേ ക്യാൻ ബി ഈറ്റൺ ബൈ മോസ് ആൻഡ് ഗെറ്റ് റസ്റ്റി. പുഴുക്കളും തുരുമ്പും നശിപ്പിക്കുകയും തീർത്ത് കളയുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചു വെക്കരുത്. ആൻഡ് വേർ തീവ്സ് ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ. കള്ളന്മാർ ഭവനഭേദന നടത്തി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചു വെക്കേണ്ട. സ്റ്റോർ യുവർ ട്രഷേഴ്സ് ഇൻ ഹെവൻ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ നിധി, നിങ്ങളുടെ സമ്പത്ത് സ്വർഗത്തിലാകട്ടെ. ആത്മാവിന്റെ നിത്യജീവൻ, ആത്മാവിന് നിത്യരക്ഷ. വേർ ദേ വിൽ നെവർ ബിക്കം മോത്ത് ഈറ്റൺ ഓർ റസ്റ്റി. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ സമ്പത്ത് നിത്യജീവൻ നേടിയാൽ അത് പുഴുവോ തുരുമ്പോ കെടുത്തിക്കളയുകയില്ല, നശിപ്പിച്ചു കളയുകയില്ല. ആൻഡ് വേർ ദേ വിൽ ബി സേഫ് ഫ്രം തീവ്സ്. കള്ളന്മാരിൽ നിന്ന് അത് ഭദ്രമായിരിക്കും, സുരക്ഷിതമായിരിക്കും. ഇത് തന്നെയാണ് നാം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കണ്ടത്. 26-ാം വാക്യം: ആൻഡ് ഹൗ ഡു യു ബെനിഫിറ്റ് ഇഫ് യു ഗെയിൻ ദ ഹോൾ വേൾഡ് ബട്ട് ലൂസ് യുവർ ഓൺ സോൾ ഇൻ ദ പ്രോസസ്. അത് മലയാളം ബൈബിളിൽ ഇല്ല. ആൻഡ് ഹൗ ഡു യു ബെനിഫിറ്റ് ഇഫ് യു ഗെയിൻ ദ ഹോൾ വേൾഡ്. നിങ്ങൾ ഈ ലോകം മുഴുവനും നേടിയെടുത്താലും ബട്ട് ലൂസ് യുവർ ഓൺ സോൾ, നിങ്ങളുടെ സ്വന്തം ദേഹിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഇൻ ദ പ്രോസസ്, ലോകം മുഴുവൻ നേടിയെടുക്കാനുള്ള ആ പ്രവർത്തന പദ്ധതിയിൽ, ആ പ്രോസസ്സിൽ, ലോകം മുഴുവൻ നേടിയെടുക്കാനുള്ള നിങ്ങളുടെ യത്നത്തിൽ, ലോകത്തിലെ സമ്പത്ത് നേടാനുള്ള നിങ്ങളുടെ യത്നത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം? നിങ്ങൾ സർവ്വലോകവും നേടിയിട്ടും ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സഹോദരങ്ങളെ,
അവിടെ സമ്പത്ത് നേടുന്നത് പാപമാണെന്ന് കർത്താവ് പറയുന്നില്ല. സമ്പത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടിയേ കഴിയൂ. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഒരു കിടപ്പാടം വേണം, നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് ഉടുവസ്ത്രം വേണം, നമുക്ക് ജീവിതത്തിൽ ചില ആവശ്യങ്ങളുണ്ട്, നമുക്ക് ചില മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട്, ചില കൂടിയേ കഴിയൂ എന്നുള്ള ചില ആവശ്യങ്ങളുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓർത്തുകൊള്ളൂ, ഈ ലോകത്തിൽ ധനം സമ്പാദിക്കാൻ, ഈ മിനിമം റിക്വയർമെന്റ്സ് നേടാൻ, കൂടിയേ കഴിയൂ എന്നുള്ളതായ ആവശ്യങ്ങൾ സമാഹരിക്കാൻ, അതിനുവേണ്ടിയുള്ള യത്നത്തിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യം നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് സ്തോത്രം. അനേകരെങ്ങനെയാണ് അവര് സമ്പാദിക്കുന്നത്, അവരെ ഭൗതികമായി സമ്പത്ത് നേടുന്നത് ആത്മാവിൻ്റെ കാര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെയാണ് തെറ്റുപറ്റുന്നത്. പാപം വരുന്നു, ജീവിതത്തിൽ വഞ്ചനയും കളവും ചതിവും വരുന്നു, അഴിമതിയും കൈക്കൂലിയും വരുന്നു, കള്ളക്കണക്കുകൾ എഴുതുന്നു, കൊള്ള ലാഭങ്ങൾ ഉണ്ടാക്കുന്നു, അവിഹിതമായി സമ്പാദിച്ചു വയ്ക്കുന്നു. അവിടെയാണ് പാപം. ആ പ്രോസസ്സിൽ, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ധനം സമ്പാദിക്കുന്ന ആ പ്രോസസ്സിൽ മിനിമം റിക്വയർമെന്റ്സ് വേണ്ടി വരുമല്ലോ എന്നുള്ളതായ ആ പ്രവർത്തന സരണിയിൽ, ആ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുത്തി കളയുന്നു, ആത്മാവിൻ്റെ കാര്യം വിട്ടുകളയുന്നു, ആത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സ്നേഹിതരെ, ദൈവം ആ ധനവാനെ വിളിച്ചത് മൂഢ എന്നാണ്. ഹി വാസ് നോട്ട് സോൾ കോൺഷ്യസ്. ആത്മാവിനെ കുറിച്ച് കരുതലുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരന്മാരെ, ആത്മാവിന് വേണ്ടി കരുതിയോ? നാം കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവായ യേശു ക്രിസ്തു അവിടെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതി ഇന്ന് ഈ സമയത്ത് നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് വലിയ വില കൊടുത്തു. അവിടുന്ന് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ മറുവിലയായി സ്വന്തം ജീവൻ കർത്താവ് കൊടുത്തു. നമ്മുടെ പാപം മൂലം സാത്താന് അടിമപ്പെട്ടിരുന്ന നമ്മെ, സാത്താന്റെ വകയായിപ്പോയ നമ്മെ വീണ്ടെടുക്കാൻ, സാത്താന്റെ കൈകളിൽ നിന്ന് വിടുവിക്കാൻ, സാത്താന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് മോചിപ്പിക്കാൻ, സാത്താന്റെ ജയിലറയിൽ നിന്ന് മോചിപ്പിക്കാൻ കരുണയുള്ള കർത്താവ് തന്നെ ക്രൂസിലർപ്പിക്കാൻ തിരുമനസ്സായി. കർത്താവ് വന്നത് ജീവിക്കാനല്ല, കർത്താവ് വന്നത് മരിക്കാനാണ്. കർത്താവ് വന്നത് ജീവൻ നേടാനല്ല, കർത്താവ് വന്നത് ജീവൻ ത്യജിക്കാനാണ്. കരുണയുള്ള കർത്താവ് നമ്മുടെ ജീവന് മറുവിലയായി സ്വന്തം ജീവൻ കുരിശിലർപ്പിച്ചു. നമ്മുടെ ജീവിതം പാപമയമായി പൈശാചികന്റെ ആധിപത്യത്തിനുള്ളിൽ ആയതുകൊണ്ട്, അവന്റെ ജയിൽ പുള്ളിയായി നാം കഴിയുന്നത് കൊണ്ട്, അവൻ നമ്മെ കൂച്ചുവിലങ്ങിട്ട് അടിമവേല ചെയ്യിക്കുന്നത് കണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് മനസ്സിലാവ് തോന്നിയിട്ട് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് മഹാസ്നേഹം നിമിത്തം തന്റെ ഏകജാതനായ പുത്രനെ ക്രൂസിലർപ്പിക്കാൻ തിരുമനസ്സായി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കൊടുത്ത മറുവില തന്റെ ഏകജാതനായ തിരുക്കുമാരന്റെ ജീവരക്തമാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിലായി തീർന്നു. നമ്മെ തൻ രക്തം കൊടുത്ത് പിശാചിന്റെ കയ്യിൽ നിന്ന് കർത്താവ് വിലയ്ക്ക് വാങ്ങി. സഹോദരങ്ങളെ, ഇതെല്ലാം താത്വികമായി ചിന്ത കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടതാണ്. കർത്താവേ, എനിക്ക് പകരമായി നീ ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കാൻ പോകുന്നത്. ഇന്നു മുതൽ എൻ്റെ ജീവിതം നാഥ നിനക്ക് വേണ്ടിയാണ്. ഇതുവരെ പിശാചിന് യുക്തമായ രീതിയിൽ അവൻ എന്നെ പന്താടിക്കൊണ്ട് നടന്നു, അവൻ എന്നെ പാവ കളിപ്പിച്ചുകൊണ്ട് നടന്നു, എന്നെ കൊണ്ടെല്ലാ തിന്മയും ഹീനകൃത്യങ്ങളും അവൻ ചെയ്യിച്ചു. ഒരിക്കലും ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ളതായ ഹീനകർമ്മങ്ങൾ, മ്ലേച്ഛമായ പ്രവൃത്തികൾ എന്നെ കൊണ്ട് അവൻ ചെയ്യിച്ചു. എൻ്റെ കർത്താവേ, എന്നാൽ ഇന്നിപ്പോൾ ഞാൻ പൈശാചിക ശക്തിയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് നാഥ എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകനെ എൻ്റെ നാഥനും കർത്താവുമായി ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഈ തീരുമാനം നിങ്ങൾക്ക് വരുമ്പോൾ ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും.
അവന്റെ തിരുരക്തത്തിന്റെ മുദ്ര നിങ്ങളുടെ നെറ്റിമേൽ ചാർത്തിത്തരും. അവന്റെ തൃക്കരം നിങ്ങളുടെ ശിരസിൽ വെച്ചു തരും. അവന്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ചിറകടിച്ച് പറന്നു വന്ന് നിങ്ങളുടെ തലമേൽ പൊരുന്നിയിരിക്കും. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ കൃപ നിങ്ങളെ സന്ധിക്കും. ദൈവത്തിന്റെ കരുണ വന്ന് നിങ്ങളെ പൊതിയും. ദൈവത്തിന്റെ ആ പരിശുദ്ധ തിരുരക്തം നിങ്ങളെ കഴുകും. നിങ്ങളുടെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം മായ്ച്ചു തരും. ഒന്നേ വേണ്ടൂ, വേറൊന്നും വേണ്ട. പോക, ഇനി പാപം ചെയ്യരുത്. മോനെ പോക, ഇനി പാപം ചെയ്യരുത്. മോളെ പോക, ഇനി പാപം ചെയ്യരുത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, അത് സാക്ഷാത്തായ വിശ്വാസമാകുന്നുവെങ്കിൽ, ഇന്നു മുതൽ നാം പുതിയ ജീവിതം നയിക്കും. അതിനുവേണ്ടി ദൈവത്തിന്റെ കൃപ നിങ്ങൾ മാടി വിളിക്കുകയാണ്. ഓരോരുത്തരും ക്രൂശിൻ ചുവട്ടിലേക്ക് ഓടി അണയുവീൻ. ശരീരം അനങ്ങണ്ട, എന്നാൽ നിങ്ങളുടെ ഹൃദയം ഓടി അണയുവീൻ. നിങ്ങളുടെ ബോധ മനസ്സ് ഓടി അണയുവീൻ. ക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങൾ മുട്ടുമടക്കുവീൻ. യേശുവിനോട് പറയുവീൻ, നാഥാ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നിങ്ങൾ യേശുവിനോട് വാക്ക് പറയുവീൻ. ആത്മാവിന് വേണ്ടി കരുതുവീൻ. ആത്മാവിന്റെ വഴിയെ നടപ്പീൻ. ആത്മാവിന് വേണ്ടി ഒരുങ്ങുവീൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നിങ്ങൾ ആവസിപ്പാനായി നിങ്ങൾ തന്നെ സമർപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ അതിമനോഹരമായ സമയത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ നാളുകൾ സാത്താന്റെ വലയിൽ ഞങ്ങൾ കുടുങ്ങിക്കിടന്നു. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ബോധമില്ലാത്തവരെ പോലെ ഞങ്ങൾ ജീവിച്ചു, ഞങ്ങൾ നടന്നു, ഞങ്ങൾ സഞ്ചരിച്ചു, ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ പെരുമാറി, ഞങ്ങൾ സംസാരിച്ചു. ദാദാ, ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മകൾ ഞങ്ങളുടെ മേൽ കണക്കിടരുതേ. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളോട് ഓർക്കരുതേ. ഈ വചനം കേട്ട് എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. കഴുകണമേ യേശുവേ, അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ. വിശുദ്ധീകരിക്കണമേ. പുതിയ ജീവിതം നൽകണമേ. ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാനുള്ള നൽവരം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.